പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവമായ കർത്താവ് ഒരിക്കലും ദോഷമായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. സകലവും നമുക്ക് നന്മയ്ക്കായി, നമ്മുടെ അനുഗ്രഹത്തിനായി മാത്രം കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇവിടെ നാം വായിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം നല്ലൊരു ദേശം വാഗ്ദത്തം ചെയ്തിരുന്നു. എന്നാൽ വിശ്വസിക്കാത്തവർക്ക്, പിറുപിറുത്തവർക്ക്, അവിശ്വസിച്ചവർക്ക്, ദൈവത്തെ സംശയിച്ചവർക്ക്, ചോദ്യം ചെയ്തവർക്ക്, ദുരാഗ്രഹമുള്ളവർക്ക് അതിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ ചോദ്യം ചെയ്യാതെ, വിശ്വസിച്ച്, പിറുപിറുക്കാതെ പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചവർ അതിൽ പ്രവേശിച്ചു, ആ നന്മകൾ പ്രാപിച്ചു. അതുപോലെ നമ്മോട് ഓരോരുത്തരോടും കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും ദൈവം നിവർത്തിപ്പാൻ ശക്തനാണ്. എന്നാൽ ആ സമയത്ത്, ആ കാത്തിരിക്കുന്ന സമയത്ത് ദൈവഹിതമില്ലാത്ത ഒന്നും നാം പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ദൈവഹിത പ്രകാരം ദൈവകരത്തിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് നീങ്ങുമെങ്കിൽ നിശ്ചയമായി നമുക്കും ഒരു നല്ലൊരു ഭാവിയുണ്ട്, നല്ലൊരു അനുഗ്രഹമുണ്ട്, നല്ലൊരു സമൃദ്ധിയുടെ അനുഭവം ഉണ്ട്. ആമേൻ. മുൻപിൽ നമുക്ക് നല്ല ദിനങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം വെറുതെ വാഗ്ദത്തം ചെയ്യുക മാത്രമല്ല, ദൈവം അവരെ അവിടെ കൊണ്ടുപോയി ആ നന്മകൾ അവർ പ്രാപിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. അവിടെ നാം വായിക്കുന്നു, ഒന്നാമത് നാം വായിച്ചു, താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകൾ, ഉറവുകൾ, തടാകങ്ങൾ. അതിൻ്റെ പ്രത്യേകത, എത്ര ക്ഷാമം വന്നാലും അവിടെ ക്ഷാമം ഉണ്ടാകുകയില്ല. കാരണം മലകളുടെ ഇടയിൽ നിന്നും പുറപ്പെടുന്ന താഴ്വരയിൽ നിന്നുള്ള നീരൊഴുക്കുകൾ എപ്പോഴും ഉണ്ടാകും. മാത്രമല്ല 8-ാം വചനത്തിൽ അവിടെ നാം വായിക്കുന്നു, ഗോതമ്പ്, യവം, മുന്തിരിവള്ളി, അത്തിവൃക്ഷം, മാതളനാരകം ഉള്ള ദേശം, ഫലപുഷ്ടിയായ ഒരു ദേശം. അടുത്ത് നമുക്ക് കാണുന്ന ഒലിവ് വൃക്ഷം, തേനുമുള്ള ദേശം. അതും നല്ലൊരു അനുഗ്രഹത്തെ കുറിക്കുന്നു. വീണ്ടും നാം വായിക്കുന്നു, സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. മാത്രമല്ല കല്ലിരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. ഇത്ര ഒരു അനുഗ്രഹ സമൃദ്ധിയായ ഒരു ദേശമാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത്. എന്നാൽ അത് പ്രാപിക്കുവാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നു, ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കേണ്ടി വന്നു. എന്നാൽ അടുത്ത വചനത്തിൽ കർത്താവ് പറയുന്നു, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. അപ്പോൾ ഭക്ഷിച്ച് തൃപ്തിയാകുന്ന ഒരു അനുഭവം കർത്താവ് നമുക്ക് നൽകും. ആമേൻ. ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ആ കർത്താവിന് ഒരിക്കലും മറന്നു പോകരുത്. എല്ലാ നന്മകളും നാം പ്രാപിച്ചു കഴിയുമ്പോഴും ആ ദൈവത്തെ നാം സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം. എന്നാൽ ഈ നന്മകൾ നമുക്ക് എങ്ങനെ പ്രാപിക്കുവാനിടയായി തീരും? അതിൻ്റെ 6-ാം വചനത്തിൽ, നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ദൈവത്തോടുള്ള സ്നേഹം നമുക്കുണ്ടായിരിക്കണം, അതേ സമയത്ത് തന്നെ ദൈവത്തോടുള്ള ഭയവും ഭക്തിയും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ നാം ദൈവകൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നിശ്ചയം കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. എന്നാൽ സ്തോത്രം, ആശ്ചര്യമായ കനാനിൽ ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള സമൃദ്ധിയും അനുഗ്രഹങ്ങൾ മാത്രമല്ല, അതും കർത്താവ് നമുക്ക് നൽകും. എന്നാൽ കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. നിത്യമായ ഒരു സ്വർഗീയ കനാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇവിടെ നാം വായിച്ചതുപോലെ തന്നെ അതിലുപരിയായുള്ള നീരൊഴുക്കുകളും സ്തോത്രം പൂന്തോട്ടങ്ങളും ഒക്കെ നിറഞ്ഞ ഫലപുഷ്ടിയായ സ്തോത്രം വിവിധ പട്ടണങ്ങളുള്ള ഒത്തിരി വാസസ്ഥലങ്ങളുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ദേശം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതിൽ നാം പ്രവേശിക്കണമെങ്കിൽ ആശ്ചര്യ കനാനിൽ പ്രവേശിക്കുവാൻ പോലും ഇസ്രായേൽ മക്കൾക്ക് ഇത്രയും കൽപ്പനകളും ചട്ടങ്ങളും ദൈവം കൊടുത്തു. അതനുസരിക്കാത്തവർ അതിൽ പ്രവേശിച്ചില്ല എങ്കിൽ നിത്യമായ കനാൻ ദേശത്തിൽ നാം പ്രവേശിക്കുവാനായിരിക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തെ ഭയപ്പെടണം, എത്രമാത്രം വിശുദ്ധ ജീവിതം നയിക്കണം. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
നല്ല ദൈവ സ്വർഗസ്ഥ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവ്. ഈ ഭൂമിയിലും സമൃദ്ധിയായ ഒരു അനുഭവം നൽകി ദൈവം ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം. ഇന്നിരിക്കുന്ന അവസ്ഥകൾക്ക് സ്ഥിതികൾക്ക് വ്യത്യാസം നൽകി നല്ലൊരു അനുഭവം നൽകുന്നതിനായി സ്തോത്രം. മാത്രമല്ല ആ നിത്യമായ സന്തോഷവും കർത്താവെ, അമ്മയെ സ്തോത്ര അനുഗ്രഹങ്ങളെ ഞങ്ങൾ പ്രാപിക്കുക. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.